നിൽക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ നമ്മൾ മനാഫ് അപ്പോൾ ഔദ്യോഗികമായിട്ട് മനാഫ് ഖാന്റെ ഈ ഒരു സംരംഭം, മനാഫ് ഖാന്റെ ഈ ഒരു ചാനൽ ഇനി അങ്ങോട്ട് ഒരുപാട് നല്ല നല്ല പ്രവർത്തന ഭാഗമാകട്ടെ. ഔദ്യോഗികമായിട്ട് ഈ ഒരു യൂട്യൂബ് ചാനലിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു എന്ന് പറയുന്നത് വളരെ സന്തോഷമുണ്ട്. നല്ലതായി, വളരെ സന്തോഷമുണ്ട്. മനാഫ് ഖാ, അപ്പോൾ ഇനി അങ്ങോട്ട് ഈ ചാനലിനകത്ത് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ വരും അല്ലേ? തീർച്ചയായിട്ടും ഈ ചാനൽ നിലനിൽക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം തീർച്ചയായിട്ടും എനിക്ക് രണ്ട് വാക്കുകൾ പറയാം. അതിൽ കുറേ വീഡിയോസ് എൻ്റെ ഉണ്ട്, ഫേസ്ബുക്ക് കുറേ വീഡിയോസ് എൻ്റെ ഉണ്ട്. 100% ഞാൻ വലിയ രീതിയിലേക്ക് മനാഫ് ഖാനെ സപ്പോർട്ട് ചെയ്യണമെന്നും നാട്ടുകാരോട് പറയണം. കാര്യം എന്താ വെച്ചാൽ ലോറി ഡ്രൈവർമാർക്ക് വേണ്ടി ഞാൻ ഒരുപാട് സംസാരിക്കുന്നതാണ്. 100% ലോറി ഡ്രൈവർമാർക്ക് വേണ്ടി സംസാരിക്കണം, 100% ലോറി ഡ്രൈവർമാർക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ പറയുന്നത്. മനാഫ് ഖാ എന്നുള്ളത് മനാഫ് ഖാ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് മനാഫ് ഖാനെ വലിയ കാര്യമായതെന്ന് വെച്ചാൽ എനിക്ക് ലോറി ഡ്രൈവർമാർക്ക് വേണ്ടി സംസാരിക്കുന്നു എന്നുള്ളതാണ്. 100% മരണം വരെ ഉണ്ടാവണം. അതുപോലെ തന്നെ ഞാൻ മനാഫ് ഖാനോട് പറയുന്നത് ലോറി ഡ്രൈവർമാർക്ക് വേണ്ടി 100% മനാഫ് ഖാ അതേപോലെ അതേ സ്റ്റാൻഡിൽ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി 100% നിൽക്കണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതിൽ ഒരുപാട് വീഡിയോ ഞാൻ ചെയ്ത എൻ്റെ വീഡിയോസ് ഒരുപാട് ആൾക്കാരുണ്ട് സപ്പോർട്ട് ചെയ്യുന്ന. ഒരുപാട് നന്ദി. ആ വീഡിയോസ് ഒക്കെ നമ്മൾ ഇടാൻ വേണ്ടി പറയുന്നത് വെച്ചാൽ എങ്ങനെയെങ്കിലും നീതി കിട്ടണം എന്നുള്ള രീതിയിലേക്ക് മാത്രമാണ്. അതെ, നമുക്കൊരു കാര്യം ചെയ്യാം. എന്തായാലും മനാഫ് കയ്യിലുണ്ടാവും. പക്ഷെ നമ്മുടെ കുത്തിത്തിരിപ്പ് സ്റ്റാർ ഉണ്ട്, നമ്മളെ ചങ്കാണ്. അതായത് ഇതൊരു ഹിസ്റ്ററിയാണ്. ഇത് മൊത്തം ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ കൂടി നമ്മൾ വരും. മൊത്തത്തിലൊരു ഹിസ്റ്ററി നമ്മൾ ഈ കേരളത്തിൽ ഇന്ത്യക്ക് മാതൃകയായിട്ടുള്ള നമ്മളൊരു വലിയ വിഷയം വളരെ മനോഹരമായി പരിഹരിച്ചിരിക്കുന്നു എന്നുള്ളത്. അതെ, വളരെ മനോഹരമായി എല്ലാ കാര്യങ്ങളും പരസ്പരം മനസ്സ് തുറന്ന് പരിഹരിച്ചിരുന്നു. അതിന്റെ വീഡിയോ വരട്ടെ, അത് സംസാരിക്കാം. അപ്പൊ യൂട്യൂബ് ചാനലിനെ കുറിച്ച് സംസാരിക്കാം. അതെ, ഇതായത് ഇനി അങ്ങോട്ടേക്ക് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ ഈ ചാനൽ ഒരു വിദ്വേഷം ഒരു മതസ്പർദ്ധ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു സുന്ദരമായ ഒരു ചാനലായിരിക്കും. പിന്നെ ഇതിൽ ഇവിടെ കേരളത്തിലെ അറിയപ്പെടുന്ന യൂട്യൂബേഴ്സിനെ കൊണ്ട് തന്നെ അതൊരിക്കലും പിന്നെ സായിനെ കുറിച്ച് എനിക്ക് ഒരു വലിയ കാര്യം പറയാനുണ്ട്. ഒരു വലിയൊരു പ്രശ്നങ്ങൾ ഞങ്ങൾ 4 പേരും കൂടെ 4 പേര് നൂഷാറ്റക്കിലടക്കം ഉള്ള ആളുകൾ പരിഹരിച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്തയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. അതിനിടയ്ക്ക് വലിയ രീതിയിലേക്ക് പ്രവർത്തിച്ച സായി, നിങ്ങളൊക്കെ കുറ്റപ്പെടുത്തുന്ന സായി, നിങ്ങളൊക്കെ തെറി പറഞ്ഞ സായി ശരിക്കും ഇതിൽ വലിയൊരു പങ്കെടുത്തിട്ടുണ്ട്. സായും ഞാനും കാതക്കരിപ്പൊടി മൊക്കം കൂടെ മനാഫ്ഖാനൊക്കെ വിളിച്ച സമയത്ത് അൽഫുക്ക് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതിൽ വലിയൊരു ഭാഗമായിട്ടുണ്ട്. എന്തായാലും മനാഫ്ഖാനോട് എനിക്ക് പറയാനുള്ളത് ഉദ്ഘാടനം ചെയ്തു. അനൗൺസ് വരുന്നുണ്ട്. ആ അനൗൺസ് പോയി കഴിഞ്ഞിട്ട് നമ്മൾ പരസ്യമാണെന്ന് ആരും വിചാരിക്കരുത്. അതായത് നമ്മളൊരു റോൾ മോഡലായിട്ട് കാണുന്ന കാദർ കരിപ്പടി, അതേമാതിരി തന്നെ അൽബാബു, ഇങ്ങനെയുള്ള കുറേ വ്യക്തികൾ ഈ ഒരു സന്ദർഭത്തിൽ ഇവിടെ വന്ന് നമ്മളെ കേരളം മൊത്തം ഇന്ത്യ മൊത്തം ചർച്ച ചെയ്യപ്പെട്ട യൂട്യൂബ് ചാനലിനെ നമ്മൾ ഇതുവരെ അർജുൻ്റെ വിഷയങ്ങളായിരുന്നു ചർച്ച ചെയ്തെങ്കിൽ ബാക്കിൽ അർജുനിൻ്റെ ഒരു ഫ്ലെക്സ് യാദൃശികമായിട്ട് അതാ കാണുന്നുണ്ട്. അതൊരു അദൃശ്യ ഒരു സാന്നിധ്യമായതിൽ ഞാൻ സന്തോഷിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവുക. 100% എൻ്റെ ഒരു വിശ്വാസം വെച്ച് എന്താണ് പറയാ, മനാഫ് ഖാ ലോറി ഡ്രൈവർമാരുടെ പിന്നാലെ ഉണ്ടാവും. ഞങ്ങൾ ഉണ്ടാവും കൂടെ. ഞാൻ ഇന്ന വേറെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ വിളിച്ചോളി. നമ്മളെന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കാണിച്ചു കൊടുക്കും. നമ്മൾ പിന്നോട്ട് ഓടുന്ന കൂട്ടത്തിലുള്ള അതെ, നമുക്ക് ഈ ചാനലിൽ ഞാൻ എല്ലാവരോടും കൂടി പറയാണ്, ഈ ചാനലിൽ എന്തെങ്കിലും ഒരു പൈസ വരുമാനം വന്നാൽ ഒരു പൈസ പോലും മനാഫിന്റെ കുട്ടികളെ തീറ്റിക്കില്ല. ഞാനിത് മൊത്തം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ചാരിറ്റി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ വീണ്ടും പറയാണ്. അതിന്റെ കൂലി പഠിച്ച തമ്പുരാൻ അർജുന് കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അതെ, പിന്നെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു ചാനലിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ പറ്റിയ ഒരുപാട് സന്തോഷം. ഋഷാദ് സജീവമായിട്ട് നിന്നൊരു മനുഷ്യനാണ്. ഋഷാദ് ഞങ്ങൾ വരുന്നുണ്ട്, ഒന്നിച്ച് പോയി, ഞങ്ങൾ ഇറക്കി പോകും. അങ്ങനെ നിങ്ങൾ പോകണം. അപ്പൊ ഈ ഇങ്ങനെ ഒരു ചാനലിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ പറ്റിയ ഒരുപാട് പിന്നെ രണ്ടാമത്തത് യൂട്യൂബ് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും മോണിറ്റൈസ് ചെയ്യാത്ത ഒരു ചാനൽ 4.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവുന്നത്. അപ്പൊ മോണിറ്റൈസ് നമുക്ക് പിന്നീട് ചെയ്യാം. ഈ മഹത് വ്യക്തികൾ ചെയ്തത് ഞാൻ എന്റെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തി. അതെ, എല്ലാവർക്കും ലോറി ഡ്രൈവർമാരോട് പറയാനുള്ളത്, എനിക്ക് വലിയൊരു വിഷമം പറയാനുള്ളത് അത് നിങ്ങളോട് പറയാണ്. എല്ലാവരും ഒറ്റക്കെട്ടായി എന്താണ് പറയുക, പരസ്പരം വിഷമങ്ങൾ ഉണ്ടാക്കാതെ നമ്മുടെ കോൺസെപ്റ്റുകളാണ് പലപ്പോഴും നിങ്ങളോട് പറയുന്നത്. ഞാൻ ലോറി ഡ്രൈവർമാരെ ഒരുപാട് വിഷമങ്ങൾ പറയുന്ന വ്യക്തിയാണ്. അതിന് പല സമയത്തും എന്നെ വിമർശിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും നിങ്ങളൊക്കെ ഒറ്റക്കെട്ടായി ഉണ്ടാവണം. നിങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണ്ട ആളുകളാണ്. ഞങ്ങളുടെ ചാനൽ എന്നതിനപ്പുറത്തേക്ക് സേവനം ഒരു വലിയൊരു ഭാഗമാക്കി ചിത്രീകരിക്കുന്ന ലോറി 16 വഴിക്ക് ഓടാതെ ലോറി 16 ചക്രം ഉണ്ടാവും, 24 ചക്രം പറയുന്നുണ്ട്. ആ ചക്രം പല വഴിക്ക് ഓടാതെ ഒരു വഴിക്ക് ഓടട്ടെ. മരണം വരെ നമ്മൾ നിങ്ങളെ കൂടെ ഉണ്ടാവും. ഉറപ്പ്. അതിൽ ഒരു വ്യത്യാസമേ വരില്ല. കാര്യം വെച്ചാൽ എല്ലാ ദിവസവും ഞങ്ങൾ ഇത് വീക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫെസിലിറ്റീസ് നമുക്ക് ഒരുപാട് ഗ്രൂപ്പുകളായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരുപാട് ഗ്രൂപ്പുകളായി കഴിഞ്ഞാൽ നമുക്ക് നേടാൻ കഴിയാത്ത ഐറ്റംസിലേക്ക് ഒറ്റ ഗ്രൂപ്പായ നേടുന്ന രീതിയിലേക്ക് നമുക്ക് പോകാൻ കഴിയും. ഒറ്റ ശബ്ദമായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര ലക്ഷം ആളുകളുണ്ട് നമുക്ക് വർക്ക് ചെയ്യുന്നത്. അവരൊക്കെ ഒറ്റക്കെട്ടായി നമ്മുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ എന്ത് രസമായിരിക്കും. ഇത് ഒരു വലിയൊരു സംഭവമായിരിക്കും. ഇത് കേരളത്തിന്റെ മലയാളികളുടെ യൂട്യൂബ് ചാനൽ ചരിത്രത്തിൽ ഒരു വലിയ നായികക്കല്ലായിരിക്കും. പല രൂപത്തിൽ മോണിറ്റൈസ് ചെയ്യാത്ത 4.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ്. അതേമാതിരി തന്നെ ഒരു വലിയൊരു വിഷയം യൂട്യൂബേഴ്സിനെ പറ്റിയിട്ട് കേൾക്കാറ് കുറച്ച് മോശം വേർഡുകളൊക്കെ. അവർ വിവാദ നായകന്മാരാണ്,
എന്നാൽ ഏറ്റവും എന്താ പറയുക ഇതിലും മെയിൻ സ്ട്രീം മീഡിയാസിനെ നന്ദിയോട് കൂടി സ്മരിക്കുകയാണ്. നല്ല ഈ അർജുൻ വീട്ടിലെത്താൻ ഏറ്റവും കാരണക്കാർ ഒരു സംശയമില്ല, വേറെ ആർക്കും ഇതിൻ്റെ ക്രെഡിറ്റ് ഇല്ല, അത് മാധ്യമ പ്രവർത്തകർക്കാണ്, കേരളത്തിൻ്റെ മെയിൻ സ്ട്രീം മീഡിയാസിനാണ്. എല്ലാ ചാനലുകാരും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച് അതേമാതിരി തന്നെ ഈ ഒരു വിഷയം രാഷ്ട്രീയക്കാരും ഒക്കെ എല്ലാ രാഷ്ട്രീയക്കാരും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച് അവർക്കൊക്കെ അഭിനന്ദനങ്ങളുണ്ട്. അതേമാതിരി ഈ ഒരു ചെറിയൊരു പ്രശ്നമാണെങ്കിലും അതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഇനി ചർച്ച ചെയ്യപ്പെടാതെ നിൽക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ട് കേരളത്തിൻ്റെ അറിയപ്പെടുന്ന യൂട്യൂബേഴ്സ് എല്ലാവരും ഇവിടെ എത്തിപ്പെട്ട് ഇവർ ഈ പ്രശ്നം തീർത്തു തന്ന് അവർക്കും നമ്മളെ എല്ലാ ഫാമിലി വക അഭിനന്ദനങ്ങൾ. കൂടുതൽ വലിച്ചു നീട്ടണം. നമുക്ക് എന്തായാലും ആ തീർക്കാൻ വലിയ പ്രശ്നം തീർന്നിരിക്കുന്നു. ആ തീർന്ന പ്രശ്നത്തിന്റെ അപ്ഡേറ്റ് ഉടൻ വരും. തീർച്ചയായും. അപ്പോൾ നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഞങ്ങളെ ജീവൻ പണയം വെച്ചാലും നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും, ഉറപ്പായിട്ട് സംസാരിക്കും. അത് വലിയ ഇതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. അത്രയും രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിങ്ങളോട് കൂടെ ഞങ്ങളെ എന്താണ് പറയുക, ഞങ്ങളൊക്കെ ഒരു അന്യന്മാരായി കൂട്ടി സായിനെ ഒരു കാര്യം പറയാം. സായിൻ്റെ വീഡിയോയിൽ ഭയങ്കരമായിട്ട് വളരെ മൈനസ് കമന്റുകളുണ്ട്. പക്ഷേ സായി ആണ് ഇതിന്, സായും ഞാനും ഒക്കെ കൂടെ ഞങ്ങളെ കൂടെ കൂടിയിട്ടാണ് ശരിക്കും ഒരു തീർപ്പ് കൽപ്പിച്ചത്. അല്ല, മനാഫ്ക മറ്റേ പല സ്ഥലങ്ങളിലും ഇത് പറയാറില്ലേ, ഇതിന്റെ ബാക്കിൽ ആളുണ്ട്, ഇവര് തരാം ഞാനാണ്. അയ്യോ അത് ഈ മനുഷ്യനല്ലേ, അത് വേറെ കുറച്ച് കാര്യങ്ങളാണ്, ഒന്നും പറയാൻ കഴിയാത്ത ഐറ്റംസ് കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും മനാഫ്ക, അതെ താങ്ക് യു. ഞാൻ ഈ ആളുകളെല്ലാവരെയും വെച്ചിട്ട് ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ഇതിന്റെ സമാപനാണ്. പിന്നെ കൃത്യം 10 മിനിറ്റിന്റെ ഒരു വീഡിയോ ആയി എന്ന് വിശ്വസിക്കുന്നു. പിന്നെ അൽഫുക മനാഫിന്റെ കൂടെ, ബാബുക മനാഫിന്റെ കൂടെ കട്ടയ്ക്ക് നിന്ന ആളുകളാണ്. ഇവർക്കൊന്നും ലോറി ഡ്രൈവർമാരുമായിട്ട് സഹകരിക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ ഇവരൊക്കെ കട്ടയ്ക്ക് നിന്ന ആളുകളാണ്, ഇവരെ പരിചയപ്പെടുത്തേണ്ട ആളുകൾ തന്നെയാണ്. അപ്പോൾ എന്തായാലും എന്താണ് പറയാം, നമ്മൾ പറഞ്ഞ പോലെ കട്ടയ്ക്ക് നിന്ന് നമുക്ക് എവിടെയൊക്കെ എത്താൻ, നമുക്ക് നീതി വാങ്ങിയെടുക്കാം. ഉറപ്പായിട്ട് മനാഫ്ക എന്ത് ചെയ്യും, അതിന്റെ കൂടെ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. മനാഫ്ക അവസാനിപ്പിക്കാം. ഇതിന്റെ സമാപനം ഞാൻ തന്നെ നടത്തുകയാണ്. എൻ്റെ ഒരു ആഗ്രഹം ഇനി 10:10 നടത്താന്നുള്ളത്. അങ്ങനെ ഒരു നല്ലൊരു അല്ല അങ്ങനെയല്ല, ഈ മിനിറ്റുകളെ 10 മിനിറ്റും 10 സെക്കൻഡിലും നിർത്താന്ന് വിചാരിച്ച് അത് നീണ്ടുപോയി. ഓക്കെ ഗായ്സ്, നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാവും. ഇതൊരു സംഭവമായി. പിന്നെ ഇതിൽ എന്താ പറയുക, നമ്മൾ അർജുൻ്റെ വിഷയത്തിൽ ഉണ്ടായ മോശം വശങ്ങൾ ഒഴിവാക്കുക, നല്ല വശങ്ങൾ നമുക്ക് എടുക്കുക, എന്നിട്ട് മുന്നേറാം കേട്ടോ. ഓക്കെ ഗൈസ്, ഞാൻ വെക്കുകയാണ്. താങ്ക് യു. ഫൈനലി അങ്ങനെ അർജുൻ്റെ ഫാമിലിയും അതേപോലെ മനാഫുമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും പറഞ്ഞു തീർത്തു എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ആ ലൈവൊക്കെ കണ്ടെടുത്തിട്ട് എനിക്ക് അതിനകത്ത് നിന്ന് ഇത്രയാണ് മനസ്സിലായത്. ഇനി ഈ ഒരു വിഷയത്തിനകത്ത് ഇനി ഇത് കുത്തിപ്പൊക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാര്യം ഇതൊരു അൺവാണ്ടഡ് വിഷയമാണ്. കാര്യം ഇവർ തമ്മിലെല്ലാം ഒന്ന് പറഞ്ഞു തീർത്താൽ തന്നെ, ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ തന്നെ തീരാവുന്ന വിഷയമുള്ളൂ. അപ്പോൾ അവർ തമ്മിൽ നിലവിൽ സംസാരിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ആ വിഷയം അതുകൊണ്ട് അവസാനിച്ചു എന്നാണ് നമ്മുടെ മനാഫിൻ്റെ ഈ ലൈവിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇനി ആർക്കും ഒരു ഹെയ്റ്റ് കൊടുക്കേണ്ട കാര്യമില്ല. ഈ വിഷയം ഇവിടെ വെച്ച് നിർത്താമെന്നാണ്, നിർത്തണം. കാര്യം ഈ ഒരു വിഷയം ഇങ്ങനെ വലിച്ചു ചുറ്റിക്കൊണ്ട് പോകേണ്ട യാതൊരു ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ എന്താണ് കണ്ടിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വീഡിയോയുടെ കമൻറ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കണ്ടിട്ട് ബെസിയോ.